ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പിസയാണ്. ഈ പിസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടി ഞാൻ ഒരു ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഈ പിസയുടെ അറ്റത്തുള്ള ഭാഗം കളയല്ലേ ചെയ്യുന്നത്, ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ അറ്റത്ത് ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പിസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഇത്രയും ചേർത്ത് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. 10-15 മിനിറ്റ് കൊണ്ട് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. ഇതിവിടെ അടച്ചു വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ഇതിൽ ചേർക്കാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ അത്രയ്ക്ക് ശരിയാവില്ല. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ ചൂട് കൂടാൻ പാടില്ല, ഒരു ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റും കൂടി ചേർക്കാം. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ. ഈ 2 കപ്പ് മൈദക്ക് ഇത്രയും അളവ് പാലും വെള്ളമൊക്കെ കറക്റ്റ് അളവാണ്. പിന്നെ ഈ മാവ് ഒരിക്കലും കട്ടി കൂടാൻ പാടില്ല, അല്പം ലൂസായിട്ടായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഭയങ്കര ഹാർഡായിട്ട് കുഴച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. ഈ ഒരു പരുവത്തിലായിരിക്കണം ഇത് കുഴച്ചെടുക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് കുഴച്ചാൽ മതി. ഇതിവിടെ പൊങ്ങി വരാൻ വേണ്ടി ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ അടച്ചു വെക്കാം. ഇനി പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കൻ ഞാനിവിടെ സ്ട്രൈപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത്രയും ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചിക്കൻ കട്ട് ചെയ്യാം. ഞാനിവിടെ നീളത്തിലുള്ള അല്പം നേരിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് ഈ മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈയിങ് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായതുകൊണ്ട് ഈ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആവുകയുള്ളൂ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിത് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പിസ്സ സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 4 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറ് നന്നായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. തൊലിയും സീഡ്സൊന്നും കളഞ്ഞിട്ടില്ല. അത് അപ്പാടെ തന്നെ കട്ട് ചെയ്ത് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണിത്. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ബാസിൽ ലീവ്സ്, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ക്രഷ് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പറും കൂടി ചേർക്കാം. വൈറ്റ് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ മാത്രം ബ്ലാക്ക് പെപ്പർ ചേർക്കാം.
ഈ പെപ്പർ പൗഡറും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പിസയുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു ഞാനിത് കുഴച്ച് വെച്ചിട്ട്. ഇതിനി ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പേപ്പർ നമുക്ക് പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഈ പിസ്സയുടെ മാവ് പരത്തിയെടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് ഈ പേപ്പർ അടക്കം ട്രേയിലേക്ക് മാറ്റാൻ എളുപ്പമായിരിക്കും. ഈ മാവിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ തടവി കൊടുക്കാം. കാരണം ലൂസായ മാവായതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പേപ്പറിൻ്റെ ഷേപ്പിലേക്ക് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഷേപ്പിലേക്ക് തന്നെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ അല്പം വണ്ണുള്ള പിസ്സ ബേസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വണ്ണത്തിലാണ് ഇത് പരത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാ അറ്റത്തുനിന്നും ഇതുപോലെ പിടിച്ച് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഓരോ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റം പിടിച്ച് ഇവിടെ മടക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ഭാഗം എപ്പോഴും ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊന്നും കഴിക്കില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തുള്ള ഭാഗവും നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ചിക്കൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ചീസും ഒലീവ്സും ക്യാപ്സിക്കും ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതവിടെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ ബേസ് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 4 സൈഡും 1 ഇഞ്ച് വരെ സ്ഥലം ബാക്കി വെച്ചിട്ട് വേണം ഈ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊസറല്ല മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അല്പം ബ്ലാക്ക് ഒലീവ്സ് ഇടാം. ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇടാം. അതിൻ്റെ മുകളിലായി വീണ്ടും അല്പം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം പെപ്പറോണിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബീഫ് പെപ്പറോണിയാണ്. ഇത് ഓപ്ഷനിലാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുക്കുന്നതാണ്. ഇതും കൂടി വെച്ചതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാൻ ഓവൻ 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഓവനിൽ ഈ പിസ്സ റെഡിയാവും. നിങ്ങളുടെ ഓവൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ച് വരുത്തണം. ടൈമിലും ചൂടിലൊക്കെ എല്ലാ ഓവനും വ്യത്യാസമായിരിക്കും. എൻ്റെ ഓവനിലിപ്പോൾ ഞാൻ 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്തതുകൊണ്ട് ഈ സൈഡിലുള്ള ഭാഗം കളയാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.